ചിലർ താടി വടിക്കും, കാരണം അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട്. ചിലർ വസ്ത്രം വലിച്ചു വെച്ച് നടക്കും, അത് അയാളുടെ ദൃഷ്ടിയിൽ അതൊരു അലങ്കാരമാണ്. അതൊന്നും അലങ്കാരമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ താടി വടിക്കാനാണ് കൽപ്പിക്കുക. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ താടി വളർത്താനാണ് കൽപ്പിച്ചത്. വഫിറുൽ ലിഹ, സമൃദ്ധമായി നിങ്ങൾ താടിയെ വളർത്തുക. ഉത്റുക്കുൽ ലിഹ, താടിയെ നിങ്ങൾ അതിൻ്റെ പാട്ടിന് വളരാൻ വിടുക. അതേപോലെ തന്നെ ആഫുൽ ലിഹ, താടിയെ നിങ്ങൾ സമൃദ്ധമായിട്ട്, അതും കൽപ്പനയാണ് താടി വളർത്താൻ. പല രീതിയിലുള്ള കൽപ്പനകൾ കാണാൻ സാധിക്കും. വഫിറു, ആഫു, ഉഅഫു, ഉത്റുക്കു, അർഹു, വളർത്തിവിടാൻ. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അവരുടെ വാക്കായിട്ട് കാണാൻ സാധിക്കും, ലാ വല്ലദീ സയ്യന റിജാല ബില്ലിഹ, പുരുഷന്മാരെ താടി കൊണ്ട് അലങ്കരിച്ച അള്ളാഹുവാണ് സത്യം എന്ന് അവർ പറയാറുണ്ട് എന്നാണ്. പുരുഷന്മാരെ താടി കൊണ്ട് അലങ്കരിച്ച, അപ്പോൾ താടി പുരുഷനെ സംബന്ധിച്ചിടത്തോളം അലങ്കാരം, പൗരുഷത്തിൻ്റെ ലക്ഷണമാണ്. മനസ്സിലായി? സിംഹം, ആൺസിംഹം, അതിൻ്റെ മുഖത്തുള്ള ആ പൂട വടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ആൺസിംഹം എന്നറിയാൻ പറ്റുമോ? പൂവൻ കോഴി, അതിൻ്റെ ആ അങ്കവാൽ അതില്ലാതെ വന്നോട്ടെ, എങ്ങനെയായിരിക്കും? പൂവൻ കോഴിയാണെന്ന് അറിയാനുള്ള ഗെറ്റപ്പാണ് അതിൻ്റെ ആ ചൂട്ടും അതിൻ്റെ അങ്കവാലും ഒക്കെ. അതേപോലെയാണ് സിംഹം, അതിൻ്റെ പൂട, അതിൻ്റെ ആ പൗരുഷം അറിയിക്കുന്ന, ഗൗരവം അറിയിക്കാനുള്ള ഉപരിപ്ലവ ഭാവമാണ്. ഇതേപോലെ ആണാണെന്ന് അറിയാൻ അള്ളാഹു നൽകിയ അടയാളാണ് ഈ ലഹിയ. അത് വളർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. ഒരു പെണ്ണാണെന്ന് പെട്ടെന്ന് അറിയാൻ ഉള്ള ലക്ഷണങ്ങളില്ലേ? ഇതേപോലെ അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ.